ഞാനും ചേട്ടനും കൂടിയേ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് വന്ന വഴിയാണ് ഈ പായസം മിക്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് എന്താ ഇതിപ്പോൾ പായസം മിക്സ് ഒക്കെ കാണിക്കണേന്നുള്ളത്. അത് വേറെ ഒന്നുമില്ല, നമ്മളിവിടെ വിഷു ആഘോഷിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾക്കിവിടെ വിഷു ഉണ്ടായിരുന്നത്. നാട്ടിൽ വിഷു ആഘോഷിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വിഷു ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനും ചേട്ടനും കൂടി ഒരുക്കി വെച്ച് കുറേ വിഭവങ്ങളൊക്കെ അന്ന് തന്നെ ഉണ്ടാക്കി. ഉണ്ണിയപ്പം അതേപോലെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ ദിവസം സൺഡേ നമ്മളിതാ കണിയൊക്കെ ചെറുതായിട്ടും സെറ്റാക്കി. പിന്നെ വിഭവങ്ങളൊക്കെ കുറേയൊക്കെ തലേന്നുണ്ടാക്കി. പിന്നെ സാമ്പാർ പായസങ്ങളൊക്കെ പിന്നെ മോർണിംഗ് ഉണ്ടാക്കി കേട്ടോ. ചോറൊക്കെ അന്നേന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റായി. മേശപ്പുറത്ത് ഇതങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ സെറ്റാകുന്ന നേരം കൊണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സും വന്നു കേട്ടോ. ചേട്ടൻ എല്ലാ ഫ്രണ്ട്സും നമ്മളെ വീട്ടിലേക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിതാ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ടൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു, ചീസ് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മക്കൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും ആദ്യം കൂടിയാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ ഇതാ കഴിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു, ചീസ് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എനിക്കൊരു പീസ് കേക്കൊക്കെ കിട്ടി. ഇതിലൊരാളും കൂടി വരാണ്ടായിരുന്നു. അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വൈകാണ്ടിന് അവരും എത്തിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിത് പീസൊക്കെ ആക്കി എടുക്കുകയാണ്. പിന്നെ അവർ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ വേഗം സദ്യ വിളമ്പാൻ തുടങ്ങിയേ. അപ്പോൾ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടിയാണ് ചേട്ടൻ്റെ ഫ്രണ്ട്സ് വിളമ്പുന്നത് കേട്ടോ. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇത് കഴിക്കാനുള്ള സെറ്റപ്പിലേക്ക് ഇതങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിഭവങ്ങളൊക്കെ വിളമ്പി, ചോറൊക്കെ വിളമ്പി, പായസമൊക്കെ കൊടുത്ത് ഇനി ഫുഡ് കഴിക്കാം. അത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ആദ്യമൊക്കെ വലിയ കഥയിൽ ഇലക്കെട്ട് ഇരിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാ വിഭവങ്ങളും കൂട്ടി ഒരു സദ്യയൊക്കെ കഴിച്ചു. നാട്ടിൽ വിഷു ഉള്ള ദിവസം തന്നെ നമുക്കിവിടെ വിഷു ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഒന്നും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു വിഷു ആയിരുന്നേ.